നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടി എന്ന് പറഞ്ഞാൽ അജ്ജാതി അടി. നമ്മുടെ നാട്ടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ അടി സാധാരണമാണ്. അത് പക്ഷേ നമുക്കറിയാമല്ലോ, അത് ആ തരത്തിലുള്ളൊരു ടൂർണമെൻറ്റാണ്. എന്നാൽ ബ്രസീലിൽ കൊമ്പനാറ്റോ മിനേറോയുടെ ഫൈനലിൽ രണ്ട് ടീമുകളിലെ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതും ചില്ലറക്കാരല്ല. ബ്രസീലിൻ്റെ ഈ വേൾഡ് കപ്പിലെ തന്നെ സ്ട്രൈക്കറായേക്കാവുന്ന കായെ ഹോർഗെ, അതുപോലെ ഫബ്രീസിയോ ബ്രൂണോ, ഇപ്പോൾ ബ്രസീൽ ടീമിലുള്ള താരങ്ങൾ, അതുപോലെ തന്നെ മുൻ ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന ഹൾക്ക്, പിന്നെ റനൽ ലോതി, ഇങ്ങനെ നിരവധി സൂപ്പർ താരങ്ങളാണ് കയ്യാങ്കളിയിൽ ഏർപ്പെടുന്നത്. ഈ ക്രുസൈറോയും അത്ലറ്റിക്കോ മിനേറോയും തമ്മിലുള്ള കൊമ്പനാറ്റോ മിനേറോ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലാണ് ഇത് സംഭവിക്കുന്നത്. ക്രുസൈറോയുടെ കോച്ചാരെന്നറിയണ്ടേ? ബ്രസീലിയൻ ടീമിൻ്റെ കോച്ചായിരുന്ന ടിറ്റയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ മത്സരമാണ്. ആ ഹൈ പ്രൊഫൈൽ മത്സരത്തിൻ്റെ അവസാനമാണ് വമ്പനായിട്ടുള്ള അടി പൊട്ടിയത്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമത് എത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള അടിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. മത്സരം 1-0 ക്രുസൈറോ വിജയിച്ചു, ചാമ്പ്യന്മാരായി. പക്ഷേ അടി പൊട്ടിയിട്ട് 23 ആളുകൾക്ക് റെഡ് കാർഡ് കൊടുത്തു. ക്രുസൈറോ താരം ക്രിസ്ത്യനും അത്ലറ്റിക്കോ ഗോൾ കീപ്പർ എവേഴ്സണും തമ്മിലുണ്ടായിട്ടുള്ള ഒരു തർക്കം, ഒരു ബോൾ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും അടിയും ബാക്കിയുള്ളവർ കൂടി ചേർന്ന് പിന്നെ അങ്ങൊരു കൂട്ടത്തല്ല് എന്ന് പറഞ്ഞാൽ അജ്ജാതി കൂട്ടത്തല്ല്. 23 പേർക്ക് റഫറി റെഡ് കാർഡ് കൊടുത്തു. അത് ഗ്രൗണ്ടിൽ വെച്ച് റെഡ് കാർഡ് കൊടുക്കാൻ പറ്റിയില്ല, കാരണം ഈ അടീൻ്റെ അടിയിൽ പോയിട്ട് റെഡ് കാർഡ് കൊടുത്താൽ റഫറിക്കും കിട്ടും. അപ്പോൾ റഫറി പിന്നെ തൻ്റെ റിപ്പോർട്ടിലാണ് ഇവരെയൊക്കെ പുറത്താക്കിയതായിട്ട് ഒഫീഷ്യലി അതിൽ അറിയിക്കുന്നത്. കളിക്കാർ പരസ്പരം മർദ്ദിച്ചതായും ചവിട്ടിയതായും റഫറി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മൈതാനത്തെ ബഹളം കാരണം പലർക്കും നേരിട്ട് ചുവപ്പ് കാർഡ് കാണിക്കാൻ സാധിച്ചില്ല, പക്ഷേ റിപ്പോർട്ടിൽ അവരെ പുറത്താക്കിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് റഫറി ഇപ്പോൾ അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അടിയിൽ റെഡ് കാർഡ് കിട്ടിയവരിൽ അത്ലറ്റിക്കോ മിനേറോയുടെ ഭാഗത്ത് എവേഴ്സൺ, റനൽ ലോതി, ഗബ്രിയൽ ഡെൽഫിം, യൂനിയർ അലോൺസോ, അലൻ ഫ്രാങ്കോ, ഹൾക്ക്, ലിയാങ്കോ, അതുപോലെ ട്രസോൾഡി, അലം മിൻഡ, മാറ്റിയോ കസേഡ, ഏഞ്ചലോ പ്രസിയാഡോ എന്നിവർക്കൊക്കെ റെഡ് കാർഡ് കിട്ടി. ക്രുസൈറോയുടെ ഭാഗത്ത് നോക്കുക, സൂപ്പർ താരങ്ങൾ ഫബ്രീസിയോ ബ്രൂണോ, കായോ ഹോർഗെ, ക്രിസ്ത്യൻ, ലൂക്കാസ് റൊമേറോ, ജാവോ മാർസേലോ, കാവോ പ്രാറ്റസ്, ലൂക്കാസ് വില്ലാൽബ, കാസിയോ, മാറ്റിയസ് എൻട്രീക്കെ, വാലസ്, ഫാഗ്നർ, ഗേഴ്സൺ. നമ്മുടെ ഹൾക്കൊക്കെ അതിൽ ചാടി ചവിട്ടും കുത്തൊക്കെയാണ്. വല്ലാത്ത ജാതി അടി. അത് കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ കിട്ടി റെഡ് കാർഡൊക്കെ കണ്ടതിന് ശേഷം ഹൾക്കിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അതായത് ഞങ്ങളിത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ഭയങ്കര മോശമായിപ്പോയി, ഇത് ബ്രസീലിയൻ ഫുട്ബോളിനെ നാണം കെടുത്തുന്ന കാര്യമാണ്, എജ്ജാതി പ്രസംഗമാണ്. അപ്പോൾ അതുകൂടി വേണമെങ്കിൽ ഒന്ന് നമുക്ക് നോക്കാം. കളിയൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ പൊട്ടിയതിന് ശേഷം ഈ ഒരു അത്ലറ്റിക്കോ MGയുടെ താരമായിട്ടുള്ള ഹൾക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ്സ് റിഗ്രറ്റബിൾ, ഇത് വളരെ ഖേദം പൂർവ്വമായിട്ടുള്ള സംഭവമാണ്. ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു അടി ഒരു ഫുട്ബോൾ മൈതാനത്ത് കണ്ടിട്ടില്ല. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതായിരുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ എക്സാമ്പിൾ ആവേണ്ട ആളുകളാണ്. ലോകം മുഴുവനും നമ്മളെ നോക്കി ഇപ്പോൾ മോശമായി പറയുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഇമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതല്ല നമ്മൾ ചെയ്തത് എന്ന് അടിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് അതിലൊക്കെ കൂടി ചവിട്ടും കൂത്തൊക്കെ കൊടുത്തിട്ട് അവസാനം ഹൾക്കിൻ്റെ ഒരു മാന്യമായ പ്രസംഗം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.